വോട്ടർമാരെ ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാരയാത്ര കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും ദിവസങ്ങൾക്കകം യാത്ര ആരംഭിക്കുന്ന വിവരം നാട്ടുകാരെ അറിയിക്കുന്നു. നാട്ടുകാരെ വോട്ടർമാരെ ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാരയാത്ര ഏതാനും ദിവസങ്ങൾക്കകം തിരുവനന്തപുരത്തേക്ക് ഇതെന്താ ഇത് INSPയുടെ ബോർഡ് ആരോടെ കൊണ്ടുവച്ചത്? ഈ മോനിച്ച 30 നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നത് കൊല്ലം കഴിഞ്ഞ ബോർഡല്ലേ? നമ്മൾ വർഷങ്ങളായിട്ട് ബോർഡ് വെക്കുന്ന സ്ഥലല്ലേ സുമേഷ് ഏട്ടാ? ഇത് ആരാ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ. അത് എടുത്തു മാറ്റണം. ഈ ബോർഡ് അടുത്ത് മാറ്റി കൊണ്ടൊന്നും നോക്കണ്ട. ആരും ഒന്നും ചോദിക്കില്ല. ഇവരെ കെട്ടും കെട്ടും പൂട്ടും. അത് അങ്ങോട്ട് മാറ്റി പഞ്ചാരയാത്ര. സുമേഷ് ഏട്ടാ എനിക്ക് സുഖമില്ലാതായി പോയി. എനിക്കാന്ന് കാണിച്ചു നടക്കില്ല. ഇല്ല നടക്കൂല. അത് കെട്ടേ പിടിച്ച് പിന്നെ ഇതിങ്ങനെ നിന്നാ ശരിയാവില്ല. തല തിരിച്ചു ഇഞ്ചക്കാട് ബെഞ്ചമിൻ അവിടെ മോനിച്ച തല തിരിച്ചാ മതി. അവിടെ ഇരിക്കട്ടെ. നമ്മളെ മോന്റെ നാട്ടുകാരെ വോട്ടർമാരെ ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാരയാത്ര എന്താണ് ഒരു മിനിറ്റ്? ബോർഡാരെടുത്ത് മാറ്റി വെച്ചത്? ബോർഡ് ഞങ്ങളുടെ ബോർഡാര ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചത്. ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ വെക്കുന്ന സ്ഥലമാണുള്ളത്. കാലാകാലം അവിടെ കിടക്കട്ടെ. നിങ്ങൾ ബോർഡ് വെച്ചത് അവിടെ നിന്ന് കട്ടെ. ഈ ബോർഡ് എടുത്ത് മാറ്റിയ ആളാരാ? ഇത് പോസ്റ്റാണ്. ബുക്കിടുന്ന ഇത് സോഷ്യലിസം, ഇത് മൂർഖാധിപത്യം. നിങ്ങൾ ഞങ്ങൾ ആദ്യം ബോർഡ് വെച്ച സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളുടെ ബോർഡ് വെക്കുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾ തർക്കത്തിന് അംഗീകരിക്കാൻ പറ്റിയ അംഗീകരിക്കും. ഈ രണ്ട് ബോർഡ് അവിടെ നിർത്തി മാറ്റി
ശ്രീ കുമ്പളം അമ്പിളിക്കുട്ടൻ നയിക്കുന്ന സുനാമി യാത്ര ഞങ്ങൾക്കും ഒരവസരം തരൂ. തരില്ലേ? തരുമോ? തരണേ എന്ന ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് തേനും പാലുമൊഴുക്കി സംസ്ഥാനത്തെ വികസന പെരുമഴ പെയ്യിപ്പിച്ച നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധി അഴിമതിയും സ്വജനപക്ഷപാതവും ദുർത്തം കണ്ട സംസ്ഥാനത്തെ കിളച്ചു മറിച്ച കുട്ടിച്ചോറാക്കിയ ഭരണവർഗത്തിന്റെ മേൽ മിന്നൽ പിണർവ്. അച്ഛാ ഞാൻ ഇറങ്ങി അച്ഛാ. ഓ ഇറങ്ങി. ആ എന്റെ അച്ഛ എനിക്ക് ഓർമ്മയുണ്ട് മുഹൂർത്തവും സമയമൊക്കെ. പിന്നെ എന്റെ പെങ്ങളെ മോളെ കല്യാണത്തിന് മുഹൂർത്തത്തിന് മുമ്പ് എത്തണമെന്ന് എനിക്കറിയില്ലേ. ആ റിസൾട്ട് കിട്ടാൻ വൈകിയുണ്ടല്ലേ. അച്ഛനൊന്ന് ഫോൺ വെക്ക്. ഞാൻ വെക്ക്. ഓ ശരി. എന്താടി? എടി ഞാൻ ഇറങ്ങി. നീ പറഞ്ഞ ഷർട്ട് തന്നെ ഇട്ടേക്കണേ. ഡൈയൊക്കെ ചെയ്ത് എന്റെ പൊന്നെ ഞാൻ അങ്ങോട്ട് എത്തട്ടെ. നിങ്ങളിങ്ങനെ വിളിക്കണ്ട. ഞാൻ എത്തിക്കോളാം. വണ്ടി എടുത്ത് ഇവിടുന്ന് അവിടെ വരെ ഓടി എത്തുന്ന സമയം അത്രേ ഉള്ളൂ. നീ ഒന്ന് വെക്ക്. ചേട്ടോ അല്ല വണ്ടി ഒന്ന് മാറ്റണേ. ബ്ലോക്കാണ് ചേട്ടാ. ബ്ലോക്കാ? അല്ല ഇത് എന്തിന്റെ ബ്ലോക്കാണ്? പാർട്ടിയുടെ എന്ത് ജാഥ വരുന്നുണ്ട് അവിടുന്ന്. ജാഥ? ഏത് പാർട്ടിയുടെ? ഒരു സൈഡിൽ നിന്ന് മിന്നൽ യാത്രയും ഒരു സൈഡിൽ നിന്ന് പഞ്ചാര യാത്രയും കൂടെ വന്ന് രണ്ടുപേരും കൂട്ടിമുട്ടി അവിടെ ബ്ലോക്കാ. അല്ല അത് NH-ലല്ലേ? അതിന്റെ ബ്ലോക്കാണ് കാണുന്നത് ചേട്ടാ. അയ്യോ ഒരു രീതിയിൽ ഉമ്മാര്. അളിയാ ഞാൻ ഇറങ്ങി. അളിയാ ഞാൻ റെഡിയായി ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ ബ്ലോക്ക്. ഇത് 2 പാർട്ടിക്കാരുടെ എന്തോ യാത്രയോ എന്തും. നീ വരണ്ട. നീ എന്നെ വിളിക്കാൻ വന്നാൽ ഈ ബ്ലോക്കിൽ പെടും. NH ഫുള്ള് ബ്ലോക്കാണ്. ഞാൻ എങ്ങനെയെങ്കിലും മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്താടേ. നീ വെക്ക്. നിങ്ങളവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യ്. ഓക്കെ. എല്ലായിടത്തും മേടിച്ചോ. തല വരെ കിടക്കാനുള്ള വണ്ടി. മറ്റവർക്ക് ജാഥ പോകണ്ടല്ലോ. ഒന്ന് സഹായിക്കണേ. മേടിച്ചോട്ടോ വേഗം. ഇവിടെ കൊടുക്കും. ഹലോ നമ്മുടെ മറ്റേ ജാഥ ബ്ലോക്കിൽ പെട്ട് പ്രാന്തായിക്കണം മാഷെ. ഒന്ന് പോ ചേട്ടാ. നമ്മുടെ ഒരു സുനാമി യാത്ര. മന്മല നമസ്തേ. നമസ്തേ. ഗൾഫിൽ നിന്ന് വന്നു എന്നൊക്കെ അറിഞ്ഞു. കഴിഞ്ഞു. ഞാൻ ചെറിയ തിരക്കിലാണ്, അതാണേ. അയ്യോ ഞങ്ങളും നല്ല തിരക്കിലാണ്. അല്ല ഞാൻ പറഞ്ഞത് എന്റെ പെങ്ങടെ മോളുടെ കല്യാണമാണെന്ന്. ഇപ്പൊ 11:30 മുഹൂർത്തമാണേ. ഞാനതിന് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ബ്ലോക്ക്. അത്ര നേരത്തെ ഇറങ്ങണ്ടേ? ഏട്ടാ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് ഇപ്പൊ രാവിലെ 9 മണിക്കാണ്. അതല്ലേ പിന്നെ എങ്ങനെ വൈകാതിരിക്കും? അതെന്താ പറയാ, ഒരു 2-2.5 മണിക്കൂറെങ്കിലും എടുക്കട്ടോ ഈ ബ്ലോക്ക് മാറാൻ. 2.5 മണിക്കൂറോ? 2 പാർട്ടിയുടെ യാത്ര അവിടെ ടൗണില് കൂടിയിട്ട് പോണ സമയം. അപ്പൊ 2 പാർട്ടിയും ജാഥ തുടങ്ങി. ഒന്ന് വടക്കുന്നും തെക്കുന്നുമാണ്. അപ്പൊ അതിന്റെ ബ്ലോക്ക് ഉണ്ടാവും. നമ്മുടെ 3-3.5 മണിക്കൂർ പിടിക്കും. ആള് കൂടുതലുണ്ടാവോ നമ്മുടെ ജാഥ സുനാമി യാത്ര. അതിനല്ലേ ഇപ്പൊ ഞങ്ങള് വന്ന്. നമ്മുടെ പാർട്ടിയുടെ സുനാമി യാത്ര കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാന നേതാവ് നയിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ളവരുടെ ഒരു ഹെൽപ്പാണ് അതിന്റെ ഒരു വിജയം. എന്തെങ്കിലും ഒരു സംഭാവന നമുക്ക്. നിങ്ങളുടെ യാത്ര ഇനി വേറെ ഉണ്ടോ? അതെ ഇന്നാണ്. ഇല്ല നമ്മുടെ 18-ാം തീയതി. എന്റെ സുഖതേട്ടാ പറയണോണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാര് ജനങ്ങളോട് ചെയ്യണതുണ്ടല്ലോ മഹാദ്രോഹമാണ്, മഹാദ്രോഹം. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ യാത്ര നടത്തിയിട്ട് ജനങ്ങൾക്ക് ഇനി എന്തുണ്ടാക്കി കൊടുക്കാനാണ്? എന്തുണ്ടാക്കാനാണ് നിങ്ങൾ ഇനി? അതെന്ത് വർത്താനോ മന്മതേട്ടാ പറയണത്? മറ്റേ 2 പാർട്ടിക്കാർ വന്നപ്പോ നിങ്ങൾ പൈസ എടുത്തു കൊടുത്ത് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങള് പൈസക്ക് വരുമ്പോ എന്താ നിങ്ങൾക്ക് ഇത്ര ഇളക്കം? ഞാൻ ഇവിടെ ലീവിന് വരുമ്പോ എല്ലാ പ്രാവശ്യവും നിങ്ങൾ എല്ലാ പാർട്ടിക്കും ഞാൻ കാശ് തന്നിട്ടുണ്ട്. അല്ലാന്ന് സുഖതേട്ടൻ പറയട്ടെ. സുഖതേട്ടൻ തന്നിട്ടില്ല നിങ്ങൾ പറയും. തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല മന്മത, ഇത് ഇപ്പൊ ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. എന്ത് ജനാധിപത്യം? ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ തന്നെ കാണിക്കണം. ഒരാവശ്യത്തിന് പോകാൻ ഇറങ്ങിയാണ് ഞാൻ സാധാരണക്കാരൻ. അങ്ങനെ പറയല്ലേ. പിന്നെ മഹാന്മാരൊക്കെ ഒരുപാട് ഇതുപോലെ യാത്രകൾ നടത്തിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ മഹാമാരി യാത്ര നടത്തിയ കാര്യം താൻ പറയല്ലേ. മഹാത്മാഗാന്ധി യാത്ര നടത്തി ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി, അത് പരിഹരിക്കാൻ വേണ്ടി. അത് പരിഹരിക്കാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ നടത്തുന്ന യാത്ര എന്ത് പ്രഹസനാണ്? അല്ല ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ തീരും. ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടിയിട്ടില്ല. അത് സത്യം. ഭരണം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ സൂതേട്ടാ, കേന്ദ്രം നമ്മുടെ അടുത്തില്ലേ? കേന്ദ്രത്തിന്റെ കാര്യമുള്ളൂ. ഞാൻ കേരളത്തിന്റെ കാര്യം. കേന്ദ്രം കഴിഞ്ഞിട്ടേ കേരളം ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കേരളം നമ്മുടെ പാർട്ടി ഭരിക്കും. അപ്പൊ ഇതിനുള്ള എല്ലാ പരിഹാരവും നമ്മൾ കാണും. നിങ്ങൾ എന്ത് പരിഹരിക്കുന്നു? ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇത്രയും ദിവസം ക്വാറന്റൈനിലിരുന്നു.
അത് കഴിഞ്ഞ് പെങ്ങടെ മോളുടെ കല്യാണത്തിന് പോയി ഇറങ്ങിയപ്പോൾ ഈ തോന്നിയാസം. അതിപ്പോ ഒരു മഹാമാരി വരുമ്പോ നമ്മൾ അതിന്റെ പ്രോട്ടോകോൾ അനുസരിക്കണ്ടേ? അനുസരിക്കണം അല്ലേ? അപ്പൊ അത് എല്ലാരും അനുസരിക്കണ്ടേ? അത് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ അനുസരിക്കണ്ടേ? യാത്രയുടെ പേരും പറഞ്ഞു എന്ത് തോന്നിയാസമാണ് നിങ്ങളൊക്കെ കാണിക്കണേ? ആൾക്കാർക്ക് കെട്ടിപ്പിടിക്കാനും നിങ്ങൾ കൂട്ടം കൂടുന്നു, നേതാവിനെ എടുത്തു വെക്കുന്നു. നിങ്ങൾക്ക് മാസ്ക് വേണ്ടല്ലേ? ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ പുറത്തിറങ്ങി മാസ്കിന്റെ വള്ളിയൊന്നും താന്ന അപ്പ കൊടുക്കുമല്ലോ പെറ്റി നിങ്ങളുടെ പോലീസുകാർ. അപ്പൊ നിങ്ങൾക്ക് നിയമപാലകരും ഒന്നുമില്ല. അല്ല ഇങ്ങനെ രോക്ഷാകുലനാവല്ലേ? ആവും. അത്രയ്ക്ക് ദണ്ണുണ്ട്. ഈ യാത്രകളെ കുറിച്ച് അങ്ങനെ കുറ്റം പറയല്ലേ മന്മത. ഈ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. ഓരോ പാർട്ടിക്കാരും യാത്ര നടത്തും. എന്തിനു വേണ്ടിയാ യാത്ര നടത്തുന്നത്? തന്റെ പാർട്ടിയുടെ ഗുണങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ, ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കുറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ. അതിൽ നിന്നാണ് ഏത് പാർട്ടി ഭരിക്കണമെന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അതിനാണ് ഈ യാത്ര. അതെ, ഇത്രയും നാള് നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാത്ത എന്ത് നന്മയാണ് ഈ ഒരു യാത്രയിലൂടെ ഇപ്പൊ ജനങ്ങൾക്ക് ചെയ്യാൻ പോണത്? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ രാജ്യത്തിന്റെ ഏത് കോടി ഇരുന്നിട്ട് നിങ്ങൾ ആ വാർത്ത കൊടുത്താലും അത് അപ്പൊ ജനങ്ങളെ കൈ കിട്ടൂലേ? രാജ്യത്ത് ഇത്രയും സംവിധാനങ്ങൾ കിടക്കുമ്പോ എന്തിനാണ് സുഹൃത്തുക്കളെ ഇത്തരം പ്രഹസനങ്ങൾ? മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.